ഇന്നലെ നമ്മൾ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ കണ്ട വാർത്ത എന്ന് പറഞ്ഞാൽ അപ്സര പുറത്തായോ എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ 2-3 വീഡിയോ ചെയ്തിരുന്നു. അപ്സര പുറത്തായിട്ടില്ല, ഇത് കള്ളവാർത്തകളാണ് പ്രചരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 2-3 വീഡിയോ ഇട്ടിരുന്നു. പക്ഷേ ഇതിൻ്റെ ഉറവിടം എന്ന് പറയുന്ന അപ്സരയുടെ ഭർത്താവ് ആൽബിയിൽ നിന്നാണ്. ആൽബി ഒരു പോസ്റ്റ് ഇട്ടതാണ് അതിൻ്റെ തുടക്കം. PR ടീമുകൾ വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു. അപ്പം എല്ലാവർക്കും വോട്ട് ചെയ്ത്, അപ്സരയ്ക്ക് വോട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദിയും രേഖപ്പെടുത്തി. അപ്പോഴത്തേനെ ഏകദേശം എല്ലാവരും ഉറപ്പിച്ചു അപ്സര പുറത്തായി എന്നുള്ളതാണ്. അപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു, ആരൊക്കെ പറഞ്ഞാലും അപ്സര പുറത്തായല്ലേ പറയാൻ പറ്റത്തുള്ളൂ പുറത്തായെന്ന്. പക്ഷേ പുറത്തായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയ വിവരം. റസ്മി മാത്രമേ ഈ ആഴ്ച പുറത്ത് പോയിട്ടുള്ളൂ. അപ്പം വോട്ടിങ്ങിൻ്റെ നിലവാരം നോക്കുമ്പോൾ റസ്മിനും അപ്സരയും ഫ്രീദും ഋഷിയൊക്കെയാണ് ലാസ്റ്റ് സ്ഥാനങ്ങളിൽ നിൽക്കുന്നത്. ഈ വോട്ടിങ് പാറ്റേൺ ഈ പ്രാവശ്യം തുടരുക, നോമിനേഷൻ ഇപ്രാവശ്യം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, അത് തന്നെ തുടരാനാണ് തീരുമാനമെന്ന് തോന്നുന്നു. ഇനിയും ബാക്കിയുള്ളവരെയും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉൾപ്പെടുത്താനുള്ള സാധ്യത കുറവ്, കാര്യം 2-3 ദിവസമേ ഉള്ളൂ. അങ്ങനെ വരികയാണെങ്കിൽ ഈ ആഴ്ച അപ്സര പുറത്തു പോകാനാണ് സാധ്യത. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആൽബി ഒരു പോസ്റ്റ് ഇട്ടതാണോ എന്ന് നമുക്കറിയില്ല. ഏതായാലും അപ്സരയ്ക്ക് പണി കൊടുത്തത് സ്വന്തം ഭർത്താവിൻ്റെ കയ്യിൽ നിന്നാണ് എന്ന് തന്നെ മനസ്സിലാകുന്നു. അതുപോലെ PR ടീമിനെ തുറന്നു കാണിക്കാൻ വേണ്ടി ഉള്ള പരിപാടിയാണോ പുള്ളി ചെയ്തതെന്നും നമുക്കറിയില്ല. എല്ലാ വ്യക്തികളിലും PR ഉണ്ടെന്ന് ജനങ്ങളോട് പറയുക, അത് പക്ഷേ എനിക്ക് തോന്നുന്നു അപ്സരയ്ക്ക് വോട്ട് ചെയ്ത ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് തുല്യമായി പോയി. ഈ ഒരു തമാശയാണെങ്കിലും സീരിയസ് ആണെങ്കിലും. ഞാൻ നേരത്തെ പറഞ്ഞത് പുള്ളി മുൻകൂട്ടി എറിഞ്ഞതാകാം. ഈ ആഴ്ച അപ്സര പോകുമെന്ന് പുള്ളി കണക്കാക്കി എറിഞ്ഞതാകാം. അതെല്ലാം അടുത്ത ആഴ്ച നമുക്ക് കാണാം എന്താ സംഭവിക്കുന്നത്.